ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹം കഴിഞ്ഞ് കളിമംഗലത്തിലേക്ക് മടങ്ങിപ്പോകാനായി ഇനിയും മുഹൂർത്തത്തിന് സമയത്ത് എത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞനുസരിച്ച് പത്മാവതി പ്രിയങ്കയെ കൂട്ടുവാനായി ഗ്രീൻ റൂമിലേക്ക് എത്തുന്നു. അവിടെ എത്തിയ സമയത്ത് പ്രിയങ്ക വേഗം തന്നെ രാധികയുടെ വേഷം മാറ്റിയെടുത്ത് ഉടനെ തന്നെ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടതും മുത്തശ്ശി അവിടേക്ക് ഓടിയെത്തി വാതിൽ തുറന്നു. പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്ന് പത്മാവതി പറഞ്ഞത് കേട്ട് മുത്തശ്ശി വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അതിന് പ്രിയങ്ക റെഡിയായി കഴിഞ്ഞു, കുറച്ചു നേരമായി മോള് റെഡിയായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സുകുമാരി മുത്തശ്ശി പത്മാവതിയോട് അകത്തേക്ക് കയറി വരാനായി പറയുന്നു. അകത്തേക്ക് കയറി വന്ന സുകുമാരിയുടെ ഒപ്പം തന്നെ വന്ന പത്മാവതിയെ കണ്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക. ഈ സമയത്ത് പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന പത്മാവതിയുടെ മുഖത്ത് പോലും നോക്കാതെ ആകെ വിഷമിച്ചിരിക്കുന്ന യശോദയെ കണ്ട് പത്മാവതി ചോദിച്ചു, അല്ല, എന്താ യശോദയുടെ മുഖം ആകെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും യശോദ കണ്ണുകളൊക്കെ കണ്ണീര് നീര് തുടച്ചു മാറ്റിയിട്ട് ആകെ പുഞ്ചിരിയൊക്കെ ഒന്ന് വരുത്താനായി ശ്രമിക്കുന്നത് കണ്ട് സുകുമാരി പറഞ്ഞു, അത് പിന്നെ ഇവിടുന്ന് പ്രിയങ്കയെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവല്ലേ? പ്രിയങ്കയെ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവൾക്ക് മകളോടൊപ്പം ഇനി കഴിയാൻ സാധിക്കില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമം, മകളെ പിരിയുന്നതിൻ്റെ സങ്കടം, അതാണ് ഇപ്പോൾ യശോദയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അക്കാര്യം ഓർത്ത് യശോദ സങ്കടപ്പെട്ടിരുന്നതാണ് എന്ന് സുകുമാരി ഒരു വിധത്തിൽ പറഞ്ഞു ഫലിപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞതും ഉടനെ പത്മാവതി പറഞ്ഞു, യശോദ അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടുന്ന് കൊണ്ടുപോകുന്നത് എൻ്റെ മകളെ തന്നെയാണ്. യശോദയെ പോലെ തന്നെ ഞാനും പ്രിയങ്ക മോളെ സ്നേഹിച്ചോളാം. പ്രിയങ്കയ്ക്ക് അവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്താ അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ യശോദ ശരിയെന്ന രീതിയിൽ തലകുലുക്കി. അതിനുശേഷം എല്ലാവരോടും ഭക്ഷണം കഴിക്കാനായി തൻ്റെ കൂടെ വരാൻ പറഞ്ഞ് പത്മാവതി ക്ഷണിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അകന്നു നിൽക്കുന്ന രാധികയെ കണ്ട് പത്മാവതി ചോദിച്ചു, അല്ല, മോളെന്താ മാറി നിൽക്കുന്നത്? മോളും കൂടി വാ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോഴേക്കും രാധിക പറഞ്ഞു, അത് പിന്നെ ഞാൻ വരാമേ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ സുകുമാരി ഉടനെ തന്നെ ഇടയിൽ കയറി പറഞ്ഞു, അതെ, അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കാൻ അവൾക്കറിയില്ല, അതുകൊണ്ട് അവൾ പതിയെ വന്നോളും, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സുകുമാരി പത്മാവതിയെയും പ്രിയങ്കയെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. ഒപ്പം കൂട്ടുകാരിമാരെയും അവിടുന്ന് സുകുമാരി കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് ആകെ സങ്കടത്തോടെ യശോദയും രാധികയും പരസ്പരം നോക്കി. രാധികയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം കടന്നുപോയെങ്കിലും ആ സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്ന തൻ്റെ മകളുടെയും അവളുടെ അച്ഛമ്മയുടെയും ക്രൂരതയെക്കുറിച്ച് ഓർത്ത് യശോദ നെഞ്ചുപൊട്ടി കരയുന്ന തൻ്റെ മകളുടെ അരികിലേക്ക് എത്തി മകളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ആ അമ്മയും മകളും പരസ്പരം അവരുടെ സങ്കടം പങ്കുവെച്ചങ്ങനെ നിൽക്കുമ്പോൾ യശോദ മകളെ ആശ്വസിപ്പിച്ചു, സാരമില്ല, എല്ലാത്തിനും ഈശ്വരനൊരു വഴി കാണും. ഇത്രയും വലിയൊരു ക്രൂരത എൻ്റെ മോളോട് ഇവർക്ക് കാണിക്കാൻ കഴിഞ്ഞതിനുള്ള ശിക്ഷ അവർക്ക് നൽകുക തന്നെ ചെയ്യും ഭഗവാൻ. എന്തായാലും എൻ്റെ മകളുടെ ജീവിതം നിന്റെ ശാപത്താൽ തന്നെയാണല്ലോ മോളെ അത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അമ്മേ, ഞാൻ അങ്ങനെ ഒരിക്കലും പ്രിയങ്കയെ ശപിക്കില്ലമ്മേ എന്ന് പറഞ്ഞപ്പോൾ രാധികയെ നോക്കി യശോദ പറഞ്ഞു, മോളെ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്കറിയാം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ എനിക്കും അറിയാവുന്നതാണ്. എൻ്റെ മകൾ മൂലം ഇങ്ങനൊരു അവസ്ഥ നിനക്ക് വന്നല്ലോ മോളെ, നിന്റെ അനുജത്തി കാരണം നിന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് യശോദ കരയുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ സുകുമാരി വല്യമ്മയോട് പ്രിയങ്കയുടെ കൂട്ടുകാരിമാരായ ജാനകിയും സോനയും പറഞ്ഞു, അത് മുത്തശ്ശി, ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഇപ്പോ പ്രിയങ്കയെ അവിടെ വിവാഹ പന്തലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. അവിടെ പ്രിയങ്കയ്ക്ക് പകരം ആ രാധികയെ അണിയിച്ചൊരുക്കി നിർത്തിയ സമയത്ത് അവിടേക്ക് ആര് വന്നാലും ഞങ്ങൾ തടയാൻ തന്നെ റെഡിയായി നിന്നതാണ്. അപ്പോഴാണ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരനായ ആ വരുൺ വന്നത്. വരുണകത്തേക്ക് കയറി വന്ന് ഞങ്ങൾ പ്രിയങ്കയെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാള് ഞങ്ങളെ നിർബന്ധിച്ചു. അയാൾക്ക് ഇപ്പൊ തന്നെ കാണണമെന്നും ഈ വിവാഹ വേഷത്തിൽ തന്നെ പ്രിയങ്കയെ അയാൾക്ക് കാണണമെന്നും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയൊക്കെ അവിടേക്ക് വിളിക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. അവസാനം ഞങ്ങൾക്ക് അയാളെ പറഞ്ഞ് അനുസരിക്കേണ്ടി വന്നു. പക്ഷെ അതല്ല മുത്തശ്ശി, അതിലും വലിയ രസം, അയാൾ ആ വേഷത്തിൽ നിൽക്കുന്ന രാധികയെ കണ്ടിട്ടും അയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അയാള് വളരെ സന്തോഷത്തോടെ തന്നെ രാധികയോട് സംസാരിക്കുകയും രാധികയുടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ വേഷത്തിൽ തന്നെ കാണാൻ വളരെ സുന്ദരിയാണെന്നും പലവട്ടം താൻ ആ വേഷത്തിൽ രാധികയെ കണ്ടിട്ടുണ്ടെന്നും
എന്നാൽ അയാൾ ആ സമയത്തൊക്കെ പ്രിയങ്കയെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രിയങ്കയെക്കുറിച്ച് ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അയാൾ പ്രിയങ്കയെ വിവാഹം കഴിക്കാനായി വന്നെങ്കിലും പ്രിയങ്കയെ കണ്ട് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെയൊരു മാറ്റം അയാളിൽ എങ്ങനെ ഉണ്ടായി? അതാണ് ഞങ്ങളെ സംശയിപ്പിച്ചത്. ശരിക്കും അയാള് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഞങ്ങൾക്ക് ആകെ സംശയമായി കഴിഞ്ഞു. എന്താ മുത്തശ്ശി അതിന് കാരണം? എന്തെങ്കിലും മുത്തശ്ശിക്ക് അറിയുമോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു, കുട്ടികളെ, നിങ്ങളോട് മാത്രം ഞാനൊരു സത്യം പറയാം. ഒരു കാരണവശാലും വരുൺ രാധികയെ കാണാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ആ വേഷത്തിൽ. ഇനിയിപ്പോ വരുണിന്റെ കണ്ണ് വെട്ടിക്കാൻ നമുക്കാവില്ല. രാധികയെ ആ വേഷത്തിൽ കണ്ട വരുൺ വിവാഹത്തിന് ശേഷം പ്രിയങ്കയെ കണ്ടാൽ അത് കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. സത്യത്തിൽ വരുൺ ഇഷ്ടപ്പെട്ടത് പ്രിയങ്കയായിരുന്നില്ല, രാധികയായിരുന്നു. മറിച്ച് രാധികയുടെ പേര് തിരിച്ചറിയാൻ കഴിയാതെ പ്രിയങ്ക എന്ന പേരിലാണ് അവൻ ഇത്രയും നാളും രാധിക പ്രിയങ്കയാണെന്ന് വിശ്വസിച്ച് നടക്കുകയായിരുന്നു. ആ പേരിലുണ്ടായ മാറ്റമാണ് ഇതിനെല്ലാത്തിനും കാരണം. വരുൺ ഇഷ്ടപ്പെട്ടത് രാധികയെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ വേഷത്തിൽ രാധിക അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും അവന് സംശയം തോന്നുകയോ അവൻ ഞെട്ടുകയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇവിടെ പ്രിയങ്കയുടെ വിവാഹമാണ് എല്ലാവരും വന്ന് നിശ്ചയിച്ചതും നടത്തിയതും നടത്താൻ ആഗ്രഹിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ വരുണിന്റെ വീട്ടുകാർക്കെല്ലാവർക്കും പ്രിയങ്ക മോളെ അറിയാം. പക്ഷേ വരുണിന് മാത്രമാണ് പ്രിയങ്കയെ അറിയത്തില്ലാത്തത്. അതുകൊണ്ട് പ്രിയങ്കയെ ഒരു കാരണവശാലും വീട്ടിലെത്തുന്നത് വരെ വരുൺ കാണാൻ പാടില്ല. അതിനെന്താണ് ഇനി ഒരു പോംവഴി? വിവാഹം നടത്താനായി നമ്മൾ നടത്തിയ ആ മുഖപടമിട്ടുള്ള കളിയൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ കുട്ടികളെ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് സോന പറഞ്ഞു, അതെ, എന്നാ മുത്തശ്ശി വിഷമിക്കണ്ട, ഞാനൊരു ഐഡിയ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ കള്ളന്മാര് കയറിയപ്പോ അവന്മാരുടെ മുഖത്തടിക്കാനായി ഞാൻ ഒരു സ്പ്രേ കരുതിയിരുന്നില്ലേ? ആ സ്പ്രേ ഞാൻ തൽക്കാലം വരുണിന്റെ മുഖത്തടിക്കാം. അങ്ങനെ ആ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും ആളെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. കണ്ണിലാകെ ഒരു മൂടൽ ബാധിച്ചതുപോലെയാകും 1-2 ദിവസത്തേക്ക്. അതുകൊണ്ട് പ്രശ്നമില്ല. വരുണിന് അങ്ങനെ സംഭവിക്കുമ്പോ രാധികയാണ് പ്രിയങ്കയായിട്ട് രാധിക കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ പ്രിയങ്കയാണ് തന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് അയാളങ്ങ് വിശ്വസിച്ചോളും. യഥാർത്ഥ പ്രിയങ്കയാണെന്നുള്ള കാര്യം അയാൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാധികയെ വിവാഹം കഴിച്ചെങ്കിലും താൻ ഇഷ്ടപ്പെട്ട ആളാണ് കൂടെ വരുന്നത് എന്നുള്ള ചിന്താഗതിയിൽ അയാൾ കണിമംഗലത്തേക്ക് പ്രിയങ്കയുമായി പൊയ്ക്കോളും. അവിടെ ചെന്നതിന് ശേഷം പിന്നെ പ്രിയങ്കയാണോ രാധികയാണെന്ന് അയാൾ പിന്നീട് അറിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല. അവരുടെ വീട്ടുകാർ കണ്ട പെൺകുട്ടിയെ തന്നെയല്ലേ വരുൺ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അയാൾ തന്നെ കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലൊതുക്കിക്കോളും. അതാണ് മുത്തശ്ശി നല്ലത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയങ്കയുടെ മുത്തശ്ശി പറഞ്ഞു, എന്നാൽ ശരി, അത് തന്നെയാണ് കുട്ടികളെ നല്ല കാര്യം. എന്നാൽ അത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. പക്ഷേ അവന്റെ മുഖത്ത് എങ്ങനെ അത് സ്പ്രേ ചെയ്യും? അതിനെന്തെങ്കിലും വഴി നിങ്ങൾ കണ്ടെത്തിയോ എന്ന് ചോദിച്ചിട്ടും സോന പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ഐഡിയ റെഡിയാക്കിക്കോളാം. എന്തായാലും മുത്തശ്ശി പൊയ്ക്കോ, പ്രിയങ്കയെ അവരോടൊപ്പം പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. അതിനിടയിൽ വരുണിനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. സുകുമാരി തന്റെ പേരക്കുട്ടിയെ തന്നെ കണിമംഗലത്തെ രാജകുമാരിയാക്കി മാറ്റും എന്ന ദൃഢപ്രതിജ്ഞ സഫലമാക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു. പ്രിയങ്കയെ സന്തോഷപൂർവ്വം കണിമംഗലത്തുള്ള പത്മാവതിയും മുത്തശ്ശിയുമൊക്കെ സ്നേഹത്തോടെ തന്റെ അരികിൽ ചേർത്ത് നിർത്തി സംസാരിച്ചുകൊണ്ട് അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവര് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് വലിയ സന്തോഷത്തിലായി സുകുമാരിയും. ഇതേ സമയത്ത് രാധിക ആകെ സങ്കടത്തോടെ യശോദയോടൊപ്പം ആ റൂമിൽ തന്നെ ഇരുന്നു. സത്യത്തിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തെന്നറിയാവുന്ന യശോദ മകളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ആകെ വേദനയോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്കയും എല്ലാവരും പോകാനായി റെഡിയായി സന്തോഷത്തോടെ നിന്നു. അപ്പോഴാണ് ജയഭാരതി മുത്തശ്ശി വരുണിന്റെ അരികിലേക്ക് എത്തിയത്. ജയഭാരതി മുത്തശ്ശി അരികിലേക്ക് എത്തി വരുണിനോട് പറഞ്ഞു, മോനെ, ഇനി ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം വാ, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരത്തെ കണിമംഗലത്ത് എത്തേണ്ടതല്ലേ, മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം, വേഗം വാ മോനെ എന്ന് പറഞ്ഞ് ജയഭാരതി വരുണിനെ കൂട്ടിക്കൊണ്ടു പോരുന്നു. ഈ കാഴ്ച കണ്ടതോടെ സുകുമാരി ആകെ ഞെട്ടി. പ്രിയങ്കയോടൊപ്പം ഇരുന്ന് വരുൺ ഭക്ഷണം കഴിക്കാനിരുന്നാൽ പ്രിയങ്കയെ കണ്ടാൽ വരുൺ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഇനി എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നതും അവിടെ നിന്ന് ജാനിയെയും സോനയെയും മുത്തശ്ശി കണ്ടു. കണ്ണുകൾ കൊണ്ട് രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നു. ഉടനെ തന്നെ മുത്തശ്ശിയുടെ നോട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അവർ എല്ലാം ഏറ്റു എന്ന് കൈ ഉയർത്തി കാട്ടിയതിനു ശേഷം മുത്തശ്ശിയുടെ ധൈര്യമായി പോയിക്കൊള്ളാനായി അവർ പറയുന്നു. മുത്തശ്ശി അവിടെ നിന്ന് മാറി നിൽക്കുന്ന നേരത്ത് വരുണിന്റെ അരികിലേക്ക് മറ്റ് 1-2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് സോന പതിയെ എത്തി. കുട്ടികൾ വരുണിന്റെ ചുറ്റും നടന്ന്
വട്ടം വെച്ച് അവർ ഡാൻസ് കളിച്ചങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചുകൊണ്ട് വരുണിന്റെ ചുറ്റും കറങ്ങുമ്പോൾ വരുണും അവരോടൊപ്പം ചേർന്നു. അങ്ങനെ അവരുടെ കുട്ടികളുടെയൊക്കെ കുസൃതിയിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ വരുൺ അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവരുടെ ഒപ്പം കൂടിയ സോന തന്റെ കയ്യിലിരുന്ന ആ കെമിക്കൽ സ്പ്രേ കൃത്യമായി തന്നെ വരുണിന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു. വരുൺ തന്റെ മുഖത്തേക്ക് അങ്ങനെ ഒരു സ്പ്രേ വന്നതിന്റെ ആ ആലസ്യത്തിൽ കണ്ണുകളിലേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എന്തോ കണ്ണിലാകെ ഒരു മൂടൽ ബാധിച്ചതുപോലെ വരുണ് തോന്നി. വരുണിന്റെ മുഖത്തേക്ക് ആ സ്പ്രേ വന്നതിന് ശേഷം വരുൺ പതുക്കെ കണ്ണുകൾ തിരുമിയിട്ട് കണ്ണു തുറന്നു നോക്കിയിട്ടും ഒന്നും തന്നെ വ്യക്തമാകാത്ത അവസ്ഥയിലായി. എന്താ സംഭവിച്ചെന്നറിയാതെ വരുണാകെ ആശങ്കയിലായി. അപ്പോഴാണ് ജയഭാരതി മുത്തശ്ശി അരികിലേക്ക് എത്തിയത്. എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി, എന്തോ ഒന്ന് എൻ്റെ കണ്ണിൽ വീണു, അതുകൊണ്ടിപ്പം എനിക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല, ആകെ ഒരു മൂടലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, സാരയില്ല, എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് നോക്കാം, വേഗം വാ, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പ്രിയങ്ക മോളെയും കൂട്ടി നമുക്ക് ഉടനെ തന്നെ കണിമംഗലത്തേക്ക് തിരിക്കണം എന്ന് പറഞ്ഞ് ജയഭാരതി പ്രിയങ്കയുടെ അരികിലേക്ക് വരുണെ കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രിയങ്ക സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ വരുൺ അരികിലെത്തി പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കിയിട്ടും ആളെ മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണുകൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് കണ്ണും തിരുമി വരുൺ അവിടെ തന്നെ നിന്നു. അതിനുശേഷം എല്ലാവരോടും ഒപ്പം ഇരുന്ന് അവർ ഭക്ഷണവും കഴിച്ചു. എന്നിട്ടും തന്റെ അരികിലിരിക്കുന്ന പ്രിയങ്കയെ വ്യക്തമായി കാണാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് വരുണിന് തോന്നുന്നു. ആകെ വിഷമത്തോടെ വരുൺ അങ്ങനെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്ത് യശോദയും രാധികയും ഭക്ഷണം പോലും കഴിക്കാതെ ആകെ സങ്കടപ്പെട്ടിരുന്നു. ഈ സമയത്ത് നന്ദൂട്ടൻ അവിടേക്ക് ഓടിയെത്തി. അല്ല രാധികേച്ചി എന്താ എവിടെ ഇരിക്കുന്നത്? വരുണേട്ടൻ്റെ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക സങ്കടത്തോടെ നന്ദുവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നന്ദൂട്ട, ഒരു കാര്യം ചേച്ചി പറയട്ടെ? ചേച്ചി പറയുന്നത് മോൻ അതുപോലെ തന്നെ അനുസരിക്കണം. അത് കേട്ടതും നന്ദു ചോദിച്ചു, എന്താ ചേച്ചി, എന്താ കാര്യം? രാധികേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, മോനെ, ഇന്ന് ഇവിടെ ചേച്ചിയെ മണവാട്ടിയായിട്ട് മോൻ കണ്ട കാര്യം ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇന്നിവിടെ നടന്ന കല്യാണം ചേച്ചിയുടെയും വരുണിന്റെയും കല്യാണമായിരുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറ്റാരും അറിയരുത്. മോൻ അക്കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണം. ഇക്കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന്. പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹമാണ് നടന്നത് എന്ന് മാത്രമേ എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ അത് സത്യമാണെന്ന് എല്ലാവരും കരുതട്ടെ എന്ന് രാധിക പറയുമ്പോൾ നന്ദി ചോദിച്ചു, അല്ല, അതെങ്ങനെ ശരിയാകാൻ രാധികേച്ചിനെയല്ലേ വരുണേട്ടൻ വിവാഹം കഴിച്ചത്? പിന്നെ എങ്ങനെയാ അത് പ്രിയങ്കേച്ചിയനാവുന്നത്? പ്രിയങ്കേച്ചി എങ്ങനെയാണ് അവര് കൂടെ കൊണ്ടുപോവുക എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, ഇപ്പോ നന്ദൂട്ടൻ ചേച്ചി പറയുന്നത് പോലെ ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും ചേച്ചി പറഞ്ഞ കാര്യം മറ്റാരോടും നന്ദൂട്ടൻ പറയരുത്. നന്ദൂട്ടൻ ചേച്ചിക്ക് സത്യം ചെയ്തു തരണം എന്ന് അല്പനേരത്തേക്ക് നന്ദൂട്ടൻ ആലോചിച്ചു. അല്ല ചേച്ചി, അത് എന്ന് ചോദിച്ചതും നന്ദൂട്ടന് രാധികേച്ചിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നന്ദൂട്ടൻ സത്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അവസാനം മനസ്സോടെ നന്ദൂട്ടൻ സത്യം ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെ നന്ദൂട്ടൻ രാധികയുടെ കയ്യിലടിച്ച് സത്യം ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു കടമ്പ കടന്നതിന്റെ സന്തോഷത്തിൽ രാധിക വളരെ ദയനീയമായി യശോദയെ നോക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ യശോദ ആകെ സങ്കടപ്പെട്ടു വന്നു. അപ്പോഴേക്കും ദേവനാരായണൻ തിരുമേനി അവിടേക്ക് എത്തി. യശോദയും രാധികയും സങ്കടത്തോടെ മാറിയിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ദേവനാരായണൻ ചോദിച്ചു, അല്ല, എന്തു പറ്റി യശോദേ? നിങ്ങൾ അമ്മയും മോളും എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും വന്നില്ലേ? അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒന്നുമില്ല എന്ന് യശോദ മറുപടി നൽകുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇത്രയും നാളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ മകൾ പോകുന്നതിന്റെ വിഷമം അല്ലേ? അനുജത്തിയെ പിരിയുന്നതിന്റെ സങ്കടമാണ് എൻ്റെ രാധിക മോൾക്കും അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് ദേവനാരായണൻ രണ്ടുപേരുടെയും സങ്കടം പ്രിയങ്കയെ വിട്ടുപിരിയുന്നതിനാണ് എന്നുള്ള ആ തെറ്റിദ്ധാരണയിൽ ദേവനാരായണൻ ഇരുവരെയും ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് സത്യങ്ങൾ പറയാനാകാത്ത വിഷമത്തിൽ അങ്ങനെ യശോദ നിന്നു. പിന്നീട് ദേവനാരായണൻ മകളെ വരുണിനോടൊപ്പം കണിമംഗലത്തേക്ക് യാത്ര അയക്കുന്നു. സമാധാനത്തോടെ സുകുമാരി ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. അങ്ങനെ തൻ്റെ പേരക്കുട്ടി തന്നെ വരുണിന്റെ ഭാര്യയായി അവിടുത്തെ രാജകുമാരിയായി ആ വീട്ടിലേക്ക് പോയല്ലോ. ഇനി ഒന്നും തന്നെ സംഭവിക്കാനില്ല. തൻ്റെ ഭയത എല്ലാം ഇതോടെ അവസാനിച്ചു. ഇനിയും ഒന്നിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല എന്നൊക്കെ ആശ്വസിച്ച് സുകുമാരി അങ്ങനെ നിൽക്കുമ്പോൾ അവരവിടെ നിന്ന് പോയതിന് പിന്നാലെ വാതിക്കലേക്ക് എത്തിയ യശോദയും രാധികയും ആകെ വിഷമത്തോടെ സുകുമാരിയെ നോക്കി. സുകുമാരി അപ്പോഴേക്കും രാധികയെയും യശോദയും നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ അമ്മയോടും മോളോടും പറഞ്ഞേക്കാം. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല, മനസ്സിലായല്ലോ? ഇനി ഇത് എൻ്റെ ദേവനോടോ മറ്റോ നീ പറയാൻ ശ്രമിച്ചാൽ പിന്നെ
ആ വീട്ടിൽ ഞാനോ നിങ്ങളോ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാത്തിനെയും ഞാൻ ആ നിമിഷം ഇല്ലാതാക്കും. ഇല്ലെങ്കിൽ ഞാൻ സ്വയം ജീവനൊടുക്കി അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ എല്ലാം തലയിൽ വെച്ചു തരും. എന്റെ മകൻ തന്നെ നിന്നെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും. എന്താ അത് വേണോ എന്ന് ചോദിച്ചതോടെ യശോദ ആകെ വിഷമത്തോടെ സുകുമാരിയെ നോക്കുന്നു.